കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരമാണ് 93കാരനായ നെതർലാൻഡ്സ് മുൻ പ്രധാനമന്ത്രിയും ഭാര്യയും ദയാവധത്തിന് വിധേയമായത്. ലോകത്തെ ഒരു ഡസനോളം രാജ്യങ്ങൾ ഇന്ന് ദയാവധം നിയമവിധേയമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2018 മാർച്ചിൽ നിഷ്ക്രിയ ദയാവധം അനുവദിച്ചെങ്കിലും ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടെയുള്ള ദയാവധം നിയമവിധേയമാക്കിയിട്ടില്ല. നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രിയായ ഡ്രൈസ് വാനും ഭാര്യ യൂജിനും സമപ്രായക്കാരായിരുന്നു. 70 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും വിവാഹിതരായത്. കഴിഞ്ഞ ഫെബ്രുവരി 5 ദയാവധത്തിന് തയ്യാറാകുമ്പോൾ പ്രായം 93 വയസ്സ്. 2002 നെതർലൻഡ്സ് ദയാവധം നിയമവിധേയമാക്കിയത്. 2022 മാത്രം 8720 പേരാണ് നെതർലൻഡ്സിൽ ദയാവധം വരിച്ചത്. ഇവരിൽ 29 പേർ ദമ്പതിമാരായിരുന്നു. ലോകത്തെ പല രാജ്യങ്ങളും ദയാവധത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. നെതർലൻഡ്സിനു പുറമെ ബെൽജിയം, കൊളംബിയ, കാനഡ, സ്പെയിൻ, ന്യൂസിലൻഡ്, പോർച്ചുഗൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ദയാവധം നിയമവിധേയമാക്കി കഴിഞ്ഞു. ഡോക്ടേഴ്സിന്റെ സഹായത്തോടെയുള്ള ദയാവധം ഇന്ത്യയിൽ ഇന്നും നിയമവിരുദ്ധമായി തന്നെ തുടരുകയാണ്. ഇന്ത്യയിൽ ലൈംഗിക പീഡനത്തിനിരയായി 1973 മുതൽ 2015 മരിക്കുന്നതുവരെ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അരുണ ഷാൻബാഗിന് ദയാവധം അനുവദിക്കാനായി പിങ്കി ബിരാനി നടത്തിയ നിയമയുദ്ധം ശ്രദ്ധേയമായിരുന്നു. ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ നേതൃത്വം നൽകുന്ന കോമൺ കോസ് എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2028 മാർച്ചിൽ നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് യൂത്തനേഷ്യ സുപ്രീം കോടതി അംഗീകരിച്ചു. I think it's a good important judgment where the constitution bench has cleared the air about both living will or advanced medical directive where a person expresses himself that he doesn't want to be kept alive through artificial life support etc, or where he is in a position where his family and the physicians feel that life support should be withdrawn. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് മരുന്നും ഉപകരണങ്ങളും വേണ്ടെന്നു വെക്കുക വഴി മരണം തെരഞ്ഞെടുക്കാമെന്നും അന്തസ്സോടെയുള്ള മരണം പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്നുമായിരുന്നു വിധിന്യായം. റിസർച്ച് ഡെസ്ക് 24.